ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോപ്പി പ്ലേ ടൈമിൻ്റെ പാർട്ട് 6 ആയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഇന്നലെ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കാണിക്കാൻ പറ്റിയില്ലെന്ന് വരും. പിന്നെ ഇവിടെ ഒരു വലിയൊരു പസിലും ഉണ്ട്. നിങ്ങൾ ഇതുവരെയായിട്ട് ഒരു കാര്യം കണ്ടു കാണത്തില്ല. എന്താ, ഇവിടെ പുതിയതായിട്ടൊരു ഹാൻഡ് വന്നിട്ടുണ്ട്. ആ ഹാൻഡിൻ്റെ പേര് എന്തുവാന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ആ ഹാൻഡിൻ്റെ പേരാണ് ഫ്ലയർ ഹാൻഡ്. ഇത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കാം. ഇത് ഏതോ ഒരു വലിയ എന്തോ ഒരു പസിലാണ്. അത് നമുക്ക് ഈസിയായിട്ട് ചെയ്യാം. ഇത് ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മേലോട്ട് ചാടാം. ഇത് ഞാൻ 8 വരെ ചെയ്യുന്നുള്ളൂ. 8 വരെ നമ്മൾ വേറെ ഏതെങ്കിലും കണ്ടിട്ടുള്ള ഗെയിം ഇടാം. പിന്നെ ലൈവ് ഉറപ്പായിട്ടും വരും. എൻ്റെ കയ്യിൽ ഒരു ഗെയിമുണ്ട്. ആ ഗെയിം നമ്മുടെ ബ്രെയിൻ റൂട്ടിൻ്റെ ഇല്ലേ, അതിൻ്റെ ബ്രെയിൻ റൂട്ടിൻ്റെ മറ്റേ സംഭവമാണ്. എന്തായിരുന്നു അത്? ഫ്രൂട്ട് മർജ്. നിങ്ങൾ ഫ്രൂട്ട് മർജ് എന്നുള്ള ഗെയിം കളിച്ചിട്ടുണ്ട്. ആ ഗെയിമിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതേതാ സംഭവം എന്ന്. ഇതെന്താ, ലാസ്റ്റ് എന്തോ ഒരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. ലൈവ് എന്തായാലും വരും. പക്ഷെ കുറച്ച് ദിവസം ഞാൻ എന്തായാലും ഓണത്തിന് ലൈവ് ഇടാൻ പോകുന്നത്. ഞാൻ ചുമ്മാ പറഞ്ഞതാ ഗൈസ്. അടുത്ത ആഴ്ച ഒന്നും ഇടത്തില്ല കേട്ടോ. ലൈവ് ഓണത്തിനെ ഇടത്തുള്ളൂ. ലൈവ് ഓണത്തിന് ഇട്ടാലും ശരിയാവത്തുള്ളൂ. പക്ഷെ എല്ലാവരും കയറണം. എല്ലാവരും കയറിയാലേ ഞാൻ ലൈവ് ഇടത്തുള്ളൂ. ഇല്ല, ലൈവ് പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ ലൈവ് ഒന്നും ഇടണ്ട. കണ്ടന്റില്ലേ പിന്നെ എന്തിനാ ലൈവ്? വെറുതെ ഇരുന്നാൽ പോരെ. ഇവിടെ ചാടാനുള്ള ബട്ടണുണ്ട്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 വർഷം പോലും ആയിട്ട് ഞാൻ ഒരു ലൈവ് പോലും ഇട്ടിട്ടില്ല ശരിക്കും. ഇത് ഇങ്ങോട്ടാക്കണം. നേരെ ആക്കട്ടെ. ഇത് നേരെ ആക്കിയിട്ട് അപ്പുറത്തൊരു ചെറിയൊരു പരിപാടി അതും കൂടെ ചെയ്താൽ ഇത് വർക്കിംഗ് ആകത്തുള്ളൂ. മറ്റേ ഹാൻഡിൻ്റെ പരിപാടിയും ചെയ്യണം. ഏതാ മറ്റേതില്ലേ, മറ്റേ സംഭവം ഏതാ? മറ്റേ തൊടുന്ന ഹാൻഡ്. നമ്മുടെ ഹാൻഡല്ല, നമ്മൾ ബട്ടൺ വെച്ച് യൂസ് ചെയ്യുന്ന അത്. ഇനി ഇതും കൂടെ ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തോട്ട് ചാടിയിട്ട് പിന്നെ ഇങ്ങനെ കറങ്ങി വരലോട്ട് വെച്ചിട്ടില്ല. തെറ്റിപ്പോയി. വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ ഇപ്പുറത്തോട്ട് പോവാം. ഇപ്പുറത്തോട്ട് പോയാലേ അടുത്ത പരിപാടി നടക്കത്തുള്ളൂ. പിന്നെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും ക്ലിയർ ആക്കുക. വേറെ ആരെങ്കിലും അറിയില്ല ചാനലിൽ സോറി ചാനലിൽ നോക്കി ക്രിയേറ്റ് അല്ലല്ലോ, മനസ്സിലാക്കണം. അല്ലാതെ എൻ്റെ ചാനലിൽ ഇനി അത് കാണാനേ നിങ്ങൾക്ക് പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു എഡിറ്റിൻ്റെ കുഴപ്പമാണ്. ഞാൻ വേറെ ആപ്പ് നോക്കുക. അതുകൊണ്ടായി ഷോർട്ട് ഔട്ട് AI വീഡിയോ എഡിറ്റർ എന്ന് പറയുന്നത് പുതിയ എഡിറ്റിംഗ് ആപ്പാണ്. എന്നാലും ബീറ്റ എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. ലിവർ നമുക്ക് അപ്പുറത്ത് ചെന്നിട്ട് വലിക്കാം. ആദ്യം ഇപ്പുറത്തോട്ട് ചാടാം. ഇപ്പുറത്തോട്ട് ചാടിയിട്ട് ചാടാൻ പറ്റുന്നില്ലേ? ചാടണ പ്ലെയറെ, നിന്റെ പൊളി ഹാൻഡല്ലേ. ചാട്. എത്തി. ഇനി അപ്പുറത്തോട്ട് പോട്ടെ. ഇനി അപ്പുറത്തോട്ട് പോയിട്ട് ഇനി ഇതേലോട്ട് ചാടാം. ഇതേലോട്ട് ചാടിയിട്ട് ഇതേലോട്ട് ചാടട്ടെ. ഇനി ഇതേലോട്ട് ചാടാം. എത്ര പ്രാവശ്യം ഞാൻ പറയണോ ഇതേലോട്ട് ചാടാം. ഇനി അടുത്ത അപ്പുറത്തോട്ട് ചാടാം. വേഗം നെത്ത് പ്ലെയറേ. ഇയാൾ ഭയങ്കര സ്ലോയാ ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് അങ്ങനെ ഞാൻ ചുമ്മാ നിങ്ങളോട് പറഞ്ഞതാണ്. നിങ്ങളെന്നെ പറ്റിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ലാപ്ടോപ്പൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളത് ചുമ്മാ പറഞ്ഞേ. ഞാൻ വിചാരിച്ചു നിങ്ങളെന്തിനാ വെറുതെ പറ്റിക്കുന്നതെന്ന്. പിന്നെ വിചാരിച്ച് പറ്റിക്കണ്ട, സാരമില്ല പോട്ടേന്ന്. അതുകൊണ്ടാണ്. ഇനി അതേലോട്ട് നമുക്ക് ഇത് കൊടുക്കാം. ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. പർപ്പിൾ ഹാൻഡാ. വലിക്കട്ടെ. വലിച്ചില്ലല്ലോ. ലിവർ നമുക്ക് അമർത്തണം. ലിവർ അമർത്തിയാലേ നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി ചെയ്തിട്ട് വേണം ബാക്കി ചെയ്യാൻ. ഇനിയും കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. ഇപ്പം ഇതെന്താ ഓണാവാത്തേ? ചെയ്തിട്ടുണ്ട്. എന്തോ ലൈറ്റ് കത്തുന്നുണ്ട്. കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്ന് ഇനി ഇപ്പുറത്ത് വന്ന്
ഇനി മുകളിലോട്ട് പോകണം. മുകളിലോട്ട് പോയിട്ട് വേറെന്താ ബസ്സില്? ഇന്നലെ നമ്മൾ ഇവിടം വരെ എത്തി. ഇനി വല്ല ബസ്സിലുണ്ടോ എന്തോ? ഇനി എവിടാ നമ്മൾ എത്തുന്നത്? ഇനി എത്തുന്നിടം നമുക്ക് ഇവിടെ ആയാലും കാണാം. മുകളിലെത്തട്ടെ. മുകളിൽ എത്തുന്നതിന് മുന്നേ എല്ലാവരും ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും അമർത്തണേ. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഇനി ഇത് തുറക്കട്ടെ. ഇത് തുറന്നിട്ടുണ്ട്. ഇത് തുറന്ന് അങ്ങനെ ഇനി നമുക്ക് എന്താ ഇങ്ങോട്ട് പോവാം. ഗൈസ്, ഇന്ന് നമുക്ക് കാറ്റ്നാപ്പിനെ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് കാറ്റ്നാപ്പ് ഉണ്ട് ഈ ഗെയിമിൽ. ഞാൻ നിങ്ങളെ കുറേ ദിവസമായിട്ട് കാണിക്കായിരിക്കും ഈ കാറ്റ്നാപ്പ് ഉണ്ടത്. പനി ആയതുകൊണ്ടാണ് ഗൈസ് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ എടുക്കാറ്. ഇന്ന് പനിയൊക്കെ പോയി, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തത്. ഗൈസ്, PJ പഗാപ്പില്ലർ നമ്മളെ പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 2 കണ്ട എല്ലാ മോൺസ്റ്റേഴ്സും അവിടെ ഇപ്പോൾ ഉണ്ട്. ഗൈസ്, കാറ്റ്നാപ്പ് ഉണ്ട്. കാറ്റ്നാപ്പ് അതുവരെ കൂടെ നടന്നു വന്നിട്ട് എന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തോ പുനർജന്മം പോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ. അവിടെ എന്നാലും PJ പഗാപ്പില്ലറുണ്ട്, പിന്നെ മെറ്റാനുണ്ട്, ബൺസോ ബണ്ണി. അതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ബൺസോ എന്ന് നമുക്ക് വിളിക്കാം എന്തായാലും. ഇനി ഇങ്ങോട്ട് ചാടാം. ഇങ്ങോട്ട് ചാടിയിട്ട് ഇങ്ങോട്ട് ചാടിയിട്ട് ഇതിൻ്റെ അപ്പുറത്തോട്ട് ചാടിയിട്ട് ഇതിൻ്റെ അടിയിലോട്ട് ചാടിയിട്ട് പിന്നെന്തുവാ ഈ ഫ്ലയർ ഹാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെട്ടം കാണാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പാർട്ട് 5 കാണാത്തവർ 5 കണ്ടിട്ട് വരിക. എന്താണെന്ന് വെച്ചാൽ 5ൽ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മളോട് പോപ്പി പറഞ്ഞായിരുന്നു ഈ ഒരിടത്ത് ഒരു മലേൻ്റെ അവിടെ ഒരു റെഡ് ഡോറും പിന്നെ ഒരു ബ്ലൂ ഹാൻഡിൻ്റെ സ്കാനിങ്ങും ഉള്ള ഒരു ഡോറില്ലേ, അവിടെ പോകരുതെന്ന. ആ സ്ഥലം ഭയങ്കരമായിട്ട് ഡേഞ്ചറാണ്. അതേതാ സ്ഥലം എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ പ്ലേ ഹൗസാണ്. പ്ലേ ഹൗസിൽ പോപ്പി പറഞ്ഞായിരുന്നു പോകരുതെന്ന്. പക്ഷെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് പ്ലേ ഹൗസിലെത്തി. നമുക്ക് നേരെ സ്കാനിങ് ചെയ്യാം. ഡേഞ്ചറാന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്ലേ ഹൗസ് എന്ന് എഴുതിയിട്ടുമുണ്ട്. പ്ലേ ഹൗസിൻ്റെ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുക ഗൈസ്. പിന്നെന്തുവാ പിന്നെ ഇനി കുറച്ചു നേരം കൂടെ ഉള്ളൂ വീഡിയോ കാണുന്നത് കേട്ടോ. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ വീഡിയോ എൻ്റെ ആവും. 8 മിനിറ്റ് 38 സെക്കൻഡും ഈ വീഡിയോൻ്റെ ലെങ്ത്ത്. എന്തോ ലോഡിങ് ആവുന്നുണ്ട് ഗൈസ്, അത് ലോഡിങ് ആവട്ടെ. എല്ലാവരും പിന്നെന്തുവാ ഓണത്തിന് എല്ലാവരും ലൈവ് കാണണേ. ഓണം അടുക്കാറായിട്ടുണ്ട്. ഇന്നല്ല, കുറച്ച് ദിവസം കൂടെ കഴിയണം. ഇനി എനിക്ക് തോന്നുന്നത് കുറച്ച് മാസം കൂടെ കഴിഞ്ഞാൽ ഓണം ആവും. ചിലപ്പോൾ ലൈവ് ഇടാൻ ചാൻസ് ഉള്ളൂ. ഒന്നെങ്കിൽ ഞാൻ അല്ല എൻ്റെ ചേച്ചി ആയിരിക്കും ലൈവ് ഇടുന്നത് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഇവിടെ കാണാൻ ചാൻസ് ഇല്ല. എന്നെ ഒരാൾ ട്രിപ്പിന് വിളിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്ന് ഗുഡ് ബൈ.